നമ്മൾ പലപ്പോഴും ഡൈനിങ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്നത് ഡൈനിങ് റൂമിനോട് ചേർന്നായിരിക്കും, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിനടുത്തായിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ചെറിയൊരു കോർട്ട്യാർഡാണ്. ഇവിടെ നമ്മൾ UPVCയുടെ സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിൻഡോ നമുക്ക് ലോക്ക് ചെയ്തിടാം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു കോർട്ട്യാർഡിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയാണ് നമ്മൾ ഡൈനിങ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ടുള്ളൊരു വാഷ് ബേസിനാണ്. അതേപോലെ തന്നെ ഈ കോർട്ട്യാർഡിൽ വെർട്ടിക്കൽ പെർഗോളാസ് ആയിട്ട് GI പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പൈപ്പ് കൊടുത്തിട്ട് മേളിൽ പോളികാർബണേറ്റിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് കൊടുത്തു. അപ്പോൾ ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ക്ലാഡിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ മിറർ കൊടുത്തിട്ടുണ്ട്, ടവൽ റോഡ് കൊടുത്തു, കൗണ്ടർ ടോപ്പായിട്ടുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കൗണ്ടർ ടോപ്പ് വാഷ് ബേസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പോക്സി പോയിൻറ്റിങ് ചെയ്തിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ഗ്രേ കളർ ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ കോർട്ട്യാർഡാണ്. ഇതേപോലെയുള്ള വലിയ കോർട്ട്യാർഡുകൾ ചെയ്യുകയാണെങ്കിൽ ഇതിനടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കി ഇതേപോലെ വാഷ് ബേസിൻ നമുക്ക് വീടിന് പുറത്തായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് മാറി പ്രത്യേകമായിട്ടൊരു പ്രൈവസി ഏരിയ ആയിട്ട് ഇതേപോലെയുള്ള ഡൈനിങ് വാഷ് ബേസിൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും.